പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പത്രവാർത്തകളിൽ നമ്മൾ തുടങ്ങുന്നു. പ്രധാനമായും മലയാള മനോരമയുടെയും മാതൃഭൂമിയുടെയും ലീഡ് വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഇന്നലത്തെ ഡോക്കിംഗ് വിജയകരമായതിൻ്റെ വാർത്തയാണ് രണ്ട് പത്രങ്ങളിലെയും പ്രധാനപ്പെട്ട വാർത്ത. സെയ്ഫ് അലി ഖാൻ്റെ ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ ഫ്ളാറ്റിൽ നടന്ന ആക്രമണത്തിൻ്റെ വാർത്തയുണ്ട്. ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട 4 പേർ മരിച്ച വാർത്തയുണ്ട്. സൈബർ തട്ടിപ്പിൽ ഒരു മുൻ ജഡ്ജിയും പെട്ട വാർത്തയുണ്ട്. അങ്ങനെ ഒട്ടേറെ വാർത്തകളുണ്ട്. നമുക്ക് ആ വാർത്തകൾ നോക്കാം. മനോരമയുടെ ഫ്രണ്ട് മനോഹരമായിട്ട് വളരെ കളർഫുള്ളായിട്ടാണ് ലേഔട്ട് ചെയ്തിരിക്കുന്നത്. ജീവിതത്തിൽ നിറങ്ങൾ നഷ്ടപ്പെട്ടു പോകും എന്ന് തുടങ്ങുന്ന സാഹചര്യങ്ങളിൽ അത്തരം ലേഔട്ടുകൾ നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. സ്പേഡെക്സ് ഇരട്ട ഉപഗ്രഹങ്ങളുടെ സംയോജനം വിജയം, ഒന്നായി നമ്മൾ എന്ന തലക്കെട്ടാണ് പത്രം കൊടുത്തിരിക്കുന്നത്. മനോഹരമായ തലക്കെട്ടാണ്. അതേസമയം ഗസയിൽ 15 മാസം നീറിപ്പുകഞ്ഞ യുദ്ധത്തെ അണയുമെന്ന പ്രതീക്ഷയിൽ ലോകം കാത്തിരിക്കുമ്പോൾ കൈകൊടുക്കാൻ അവർ എന്നാണ്. ഒന്നായ വാർത്തയും കൈകൊടുക്കാൻ അവരും എന്നുള്ള 2 വാർത്തകളും മനോഹരമായി തന്നെ മനോരമ ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നു. ഡോക്കിംഗ് സാങ്കേതികവിദ്യ കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. നേട്ടം 4ാമത്തെ ശ്രമത്തിലാണ്. സ്വന്തം ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആദ്യപടി എന്ന നിലയിലാണ് ISROയുടെ ഈ നേട്ടത്തെ പത്രം വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യൻ ബഹിരാകാശ പരിവേഷണ ചരിത്രത്തിലെ നാഴികക്കല്ലായി സ്പേഡെക്സ് ഇരട്ടോപഗ്രഹങ്ങളുടെ ആലിംഗനം ISRO വിജയകരമായി പൂർത്തിയാക്കി. PSLV C-60 റോക്കറ്റ് ഉപയോഗിച്ച് ഡിസംബർ 30 ഭൂമിയിൽ നിന്ന് 475 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലെത്തിച്ച് 2 ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് കൂട്ടിച്ചേർത്തതോടെ ആ സാങ്കേതികവിദ്യ കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമായി മാറി. ചൈന, അമേരിക്ക, റഷ്യ, അതിനുശേഷം ഇപ്പോൾ ഇന്ത്യ. ഭാരമുള്ള ചേസർ SDX-01 ഉപഗ്രഹത്തെ അതേ ഭാരമുള്ള ടാർഗറ്റ് എന്ന് പറയുന്ന SDX-02 എന്ന് പേരിട്ടിരിക്കുന്ന ഉപഗ്രഹവുമായി സംയോജിപ്പിക്കുകയായിരുന്നു. സ്വന്തം ബഹിരാകാശ നിലയമെന്ന ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ലക്ഷ്യം കൈവരിക്കാൻ ഈ സാങ്കേതികവിദ്യ സഹായിക്കും. കഴിഞ്ഞ 7 ശേഷം നടന്ന 4ാമത്തെ ശ്രമമാണ് ഇന്നലെ രാവിലെ 6:30 6:40 ഇടയ്ക്ക് വിജയം കണ്ടത്. ഉപഗ്രഹങ്ങളുടെ വേഗം സെക്കൻഡിൽ 10 മില്ലിമീറ്ററായും ഇവ തമ്മിലുള്ള അകലം 15 മീറ്ററിൽ നിന്നും 3 മീറ്ററായും കുറച്ചുകൊണ്ടായിരുന്നു ഇത്. പീനിയയിലെ ഇസ്ട്രാക് കേന്ദ്രത്തിൽ നിന്നാണ് ഈ ദൗത്യം നമ്മൾ നിയന്ത്രിച്ചത്. ഒരു കാര്യം ഞാൻ പ്രേക്ഷകരോട് പറയാം. അന്തരീക്ഷത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഉപഗ്രഹങ്ങളെ നമുക്ക് ഭൂമിയിൽ ഇരുന്നു കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ ആ ഉപഗ്രഹങ്ങൾ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഭ്രമണപഥത്തിലെ ഗ്രഹങ്ങൾക്ക് മനുഷ്യരിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല എന്നത് പ്രേക്ഷകർ മനസ്സിലാക്കണം. ഡോക്കിംഗ് സാങ്കേതികവിദ്യ കൈവരിക്കുന്ന 4ാമത്തെ രാജ്യത്ത് ജീവിക്കുമ്പോൾ അത്തരം ശാസ്ത്രബുദ്ധി നമുക്കുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരേ സമയം ഡോക്കിങ്ങിനെക്കുറിച്ചും ഒരേ സമയം ചൊവ്വാദോഷത്തെക്കുറിച്ച് നമ്മൾ പറയരുത്. അപ്പോൾ ഡോക്കിങ്ങിനെക്കുറിച്ച് നിങ്ങൾക്ക് ശാസ്ത്രീയമായി അറിയാമെങ്കിൽ ചൊവ്വയോ മറ്റേതെങ്കിലും ഗ്രഹങ്ങളോ ഈ ഭൂമിയിലിരിക്കുന്ന മനുഷ്യരിൽ ഒരു മാറ്റവും വരുത്തില്ല. തിരിച്ചാണ് സംഭവിക്കുന്നത്. ഭൂമിയിലിരിക്കുന്ന നമ്മൾ ഉപഗ്രഹങ്ങളെ നിയന്ത്രിച്ചു തുടങ്ങിയിരിക്കുന്നു. നിയന്ത്രിക്കുക മാത്രമല്ല, അവയെ നമുക്കിഷ്ടമുള്ള സമയത്ത് കൂട്ടിയോജിപ്പിക്കാനും ഇഷ്ടമുള്ള സമയത്ത് അൺഡോക്ക് ചെയ്യാനുമുള്ള സാങ്കേതികവിദ്യ നമ്മൾ കൈവരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അഭിമാനം. വളരെ വളരെ അഭിമാനം. പ്രിയപ്പെട്ടവരെ, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് ഗസയിൽ 15 മാസം നീറിപ്പുകഞ്ഞ യുദ്ധത്തെ അണയുമെന്ന പ്രതീക്ഷയിൽ ലോകം കാത്തിരിക്കുമ്പോൾ അവസാന നിമിഷം തടസ്സമൊഴിവാക്കാൻ തീവ്ര ശ്രമമുണ്ട്. ഇസ്രായേൽ ക്യാബിനറ്റ് ഇന്നുണ്ട്. ആ ക്യാബിനറ്റിലായിരിക്കും അന്തിമ തീരുമാനമാവുക. ഞായറാഴ്ച മുതൽ ഗസയിൽ വെടിനിർത്തലിനും, അതായത് മറ്റന്നാൾ മുതൽ ബന്ദികളുടെ മോചനത്തിനും ധാരണയായെന്ന് പ്രഖ്യാപനമുണ്ടായെങ്കിലും കരാറിന് അന്തിമ അനുമതി നൽകാൻ ഇസ്രായേൽ വിസമ്മതിച്ചിട്ടുണ്ട്. ഇന്നലെയും ഗസയിലെ വിവിധ മേഖലകളിൽ ഇസ്രായേൽ രൂക്ഷമായ ആക്രമണം തുടർന്നു. അവസാന നിമിഷം പ്രതിസന്ധിയുണ്ടായെന്നും കരാറിലെ ചില ഭാഗങ്ങളിൽ ഹമാസ് വാക്കുപാലിക്കുന്നില്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞു. ഹമാസ് വഴങ്ങാതെ വാർ ക്യാബിനറ്റ് ചേർന്ന് കരാറിന് അന്തിമ അംഗീകാരം നൽകില്ലെന്ന് നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു. പ്രശ്നം പരിഹരിക്കാൻ US-ന്റെ നേതൃത്വത്തിൽ തീവ്ര ശ്രമം തുടങ്ങി. മാറ്റിവെച്ച ഇസ്രായേൽ ക്യാബിനറ്റ് ഇന്ന് ചേരും. ഈ ഇസ്രായേൽ ക്യാബിനറ്റിൽ ആശ്വാസത്തിന്റെ ആകാശം തെളിയും എന്നാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. ലോകരാജ്യങ്ങളെല്ലാം കാത്തിരിക്കുന്നത് ആ ശുഭവാർത്തയ്ക്ക് വേണ്ടിയാണ്. മറ്റ് മാതൃഭൂമിയിലേക്ക് എത്തിയാൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് ചേന്ദമംഗലത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ അടിച്ചുകൊന്ന വാർത്ത ആദ്യ പേജിൽ തന്നെ മാതൃഭൂമി പ്രസിദ്ധീകരിക്കുന്നു. നമ്മൾ ഇന്നലെ വൈകുന്നേരം റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. ചേന്ദമംഗലത്ത് അയൽവാസിയായ യുവാവ് വീട്ടിൽ കയറി ഗൃഹനാഥനെയും ഭാര്യയും മകളെയും തലക്കിടിച്ച് കൊലപ്പെടുത്തി. പ്രതി ഋതുവിൻ്റെ ചിത്രവുമുണ്ട്. ലഹരിക്കടിമയായ ഇയാൾ മോഷണക്കേസുകൾ ഉൾപ്പെടെ 4 കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. വേണുവിൻ്റെ കുടുംബത്തോടുള്ള വൈരാഗ്യം മൂലമാണ് വ്യാഴാഴ്ച ഇയാൾ ഇരുമ്പ് ദണ്ടും 2 കത്തികളുമായി ഇവരുടെ വീട്ടിലേക്ക് കയറി ചെന്നത്. ഇരുമ്പ് ദണ്ടുകൊണ്ട് അടിച്ച് വീട്ടിലെ മുതിർന്ന 4 പേരെയും കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയായിരുന്നു. ഇതിൽ 3 പേർ മരണത്തിന് കീഴടങ്ങി. ജിതിൻ ഇപ്പോൾ ഗുരുതരാവസ്ഥയിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ഇന്ന് കൊച്ചിയിൽ നിന്ന് എടുക്കേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത്
നേരത്തെ പറഞ്ഞ സെയ്ഫ് അലി ഖാൻ്റെ വാർത്തയാണ്. സെയ്ഫ് അലി ഖാൻ അപകടനില തരണം ചെയ്തു എന്ന് ഡോക്ടർമാർ പറഞ്ഞതും പത്രം ആദ്യ പേജിൽ തന്നെ നൽകുന്നു. ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാന് മോഷ്ടാവിന്റെ കുത്തേറ്റ് ഗുരുതര പരിക്ക്. വ്യാഴാഴ്ച പുലർച്ചെ 2:30 ബാന്ദ്ര വെസ്റ്റിലെ സദ്ഗുരു ശരൺ കെട്ടിടത്തിലെ നടന്റെ വീട്ടിലാണ് സംഭവം. ലീലാവതി ആശുപത്രിയിൽ ചികിത്സയിലുള്ള സെയ്ഫ് അലി ഖാൻ അപകടനില തരണം ചെയ്തതായി ഡോക്ടർമാർ അറിയിച്ചു. പുലർച്ചെ 2:30 അക്രമി വീട്ടിനുള്ളിൽ കയറി ഒളിച്ചിരിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് സംശയിക്കുന്നത്. മോഷ്ടാവ് കുട്ടികളുടെ മുറിയിൽ കയറിയതായി വീട്ടിലെ സഹായികളിൽ ഒരാൾ മുന്നറിയിപ്പ് നൽകിയപ്പോഴാണ് സെയ്ഫ് അലി ഖാൻ അവിടെ എത്തിയത്. തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിലാണ് കത്തികൊണ്ട് കുത്തേറ്റത്. വീട്ടുജോലിക്കാരിയായ ഏലിയമ്മ ഫിലിപ്പിന്റെ കൈക്കും പരിക്കേറ്റിട്ടുണ്ട്. സെയ്ഫിനെ 3:30 ലീലാവതി ആശുപത്രിയിൽ ഓട്ടോയിൽ എത്തിച്ചു എന്നാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. സൈബർ തട്ടിപ്പിൽ ഒരു മുൻ ജഡ്ജി പെട്ടു എന്ന വാർത്ത കൂടി മാതൃഭൂമി മുൻ പേജിൽ നൽകുന്നു. സൈബർ തട്ടിപ്പ് സംഘത്തിന്റെ കെണിയിൽപ്പെട്ട് കേരള ഹൈക്കോടതി മുൻ ജഡ്ജിക്കും പണം നഷ്ടമായി. തൃപ്പൂണിത്തറ ഏരൂർ അമൃത ലൈനിൽ സ്വപ്നത്തിൽ ശശിധരൻ നമ്പ്യാർക്കാണ് പണം നഷ്ടമായത്. ഓൺലൈൻ ഷെയർ മാർക്കറ്റ് ട്രേഡിംഗിന്റെ പേരിൽ 90 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്. 880% ലാഭം വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. ആദിത്യ ബിർള ഇക്വിറ്റി ലേണിംഗ് എന്ന പേരിലുള്ള ഓഹരി വിപണി സംബന്ധിച്ച വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇദ്ദേഹത്തെ അംഗമാക്കിയിരുന്നു. തുടർന്ന് പണം നിക്ഷേപിച്ചാൽ 880% ലാഭം ലഭിക്കുമെന്ന വാഗ്ദാനമുണ്ടായി. ഗ്രൂപ്പിൽ തന്നെ പങ്കുവച്ച ലിങ്കിലേക്ക് ജഡ്ജി പണം കൈമാറുകയും ചെയ്തു. നിലവിൽ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ജഡ്ജിയുമായി ബന്ധപ്പെട്ട അയന ജോസഫ്, വർഷ സിംഗ് എന്നിവരുടെ പേരിൽ കേസെടുത്തു. ഇവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. പണം തട്ടിയത് പല അക്കൗണ്ടുകളിൽ നിന്നാണ്. കഴിഞ്ഞ വർഷം ഡിസംബർ 4-നും 30-നും ഇടയിൽ ജഡ്ജിയുടെ പല അക്കൗണ്ടുകളിൽ നിന്നായി 90 ലക്ഷം രൂപ തട്ടിപ്പുകാർ കൈക്കലാക്കി. ഒരു മുൻ ജഡ്ജിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിയമം അറിയാവുന്നവർ തന്നെ ഈ നിയമത്തിൻ്റെ ഈ തട്ടിപ്പിൽ പെട്ടുപോകുന്നു എന്നുള്ളത് നമ്മളെ വല്ലാതെ പരിഭ്രമിപ്പിക്കുന്ന വാർത്തയാണ്. അപ്പോൾ സാധാരണക്കാരായ ആളുകളുടെ കാര്യം പറയാനുണ്ടോ? അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയട്ടെ, ഇത്തരം സൈബർ തട്ടിപ്പുകളിൽ നിങ്ങൾക്ക് ലാഭം നൽകാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ കെണികൾ വാട്സപ്പ് ഗ്രൂപ്പുകളായിട്ട് വരും. ആ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പോയി ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ലിങ്കിലോട്ടൊന്നും പണം അയച്ചേക്കരുത്. അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി ഷെയർ മാർക്കറ്റിംഗ് നടത്തുന്ന സംഘടനകൾക്ക് അല്ലെങ്കിൽ കമ്പനികൾക്ക് അവ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നവയാണോ, അവ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ, ഇക്കാര്യങ്ങളൊക്കെ നോക്കണം. അതുമായി ബന്ധപ്പെട്ട ആളുകൾ ഒരു കാരണവശാലും അതല്ലാതെ ഈ തട്ടിപ്പിന് ഇരയാകാൻ വേണ്ടി നിന്ന് കൊടുക്കരുത്. തട്ടിപ്പിന് നമ്മളെയൊക്കെ വളരെ പെട്ടെന്ന് തട്ടിപ്പിക്കാൻ പറ്റും, തട്ടിപ്പിൽപ്പെടുത്താൻ കഴിയും എന്ന് കരുതി വിശ്വസിച്ചിരിക്കുന്ന ഒരു സംഘം നമ്മുടെ നാട്ടിലുണ്ട്. അവർ ഇന്ത്യയിൽ നിന്ന് തന്നെയല്ല പലപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഇന്തോനേഷ്യ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ് എന്നതുകൂടി പ്രേക്ഷകർ മനസ്സിലാക്കണം. ഇന്നത്തെ മാതൃഭൂമിയിലെ പത്രത്തിലെ കാർട്ടൂൺ ഇന്നലെ മുഖ്യമന്ത്രിയുടെ സ്വാഗതഗാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അധിക്ഷേപങ്ങൾക്കിടെ കുറച്ച് പുകഴ്ത്തലാകാം. ഫിനിക്സ് പക്ഷിയാക്കിയ ഗാനത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് പത്രം പങ്കുവയ്ക്കുന്നു. ആഹാ, ബക്കറ്റിലെ വെള്ളത്തിൽ തിരമാലകൾ എന്ന പോലെ എന്ന ആ ഒരു പ്രയോഗമാണ് കാർട്ടൂണായിട്ട് മാതൃഭൂമി നൽകുന്നത്. പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും, ശംഖുമുഖത്ത് നടന്ന വലിയ പരിപാടിയിൽ അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ VS അച്യുതാനന്ദനെ ഓർമ്മപ്പെടുത്തിയതാണ് ബക്കറ്റിൽ സമുദ്രത്തിൻ്റെ തിരകൾ ഉണ്ടാവില്ല എന്നുള്ളത്. തിരകൾ സമുദ്രത്തിലേ ഉണ്ടാവുള്ളൂ എന്നുള്ളത്. പാർട്ടി ഉണ്ടെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആളുണ്ടെങ്കിൽ മാത്രമേ പാർട്ടിയുമുള്ളൂ എന്നതാണ് ഓർമ്മപ്പെടുത്തിയത്. ദേശാഭിമാനിയിൽ കൂട്ടക്കുരുതി തുടർന്ന് ഇസ്രായേൽ വെടിനിർത്തൽ വൈകും എന്നാണ് കൊടുക്കുന്നത്. ഉയരെ ഒരു ഉമ്മ എന്ന തലക്കെട്ടിലാണ് ദേശാഭിമാനി ഡോക്കിങ്ങിൻ്റെ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഭാരതപ്പുഴയിൽ 4 പേർ മുങ്ങിമരിച്ച വാർത്തയും ചേന്ദമംഗലത്ത് ദമ്പതികളെയും മകളെയും തലക്കിടിച്ചു കൊന്ന വാർത്തയുമുണ്ട്. അതോടൊപ്പം കലാമണ്ഡലത്തിൽ പുതുചരിത്രം ആദ്യ ചുവട് വെച്ച് RLV രാമകൃഷ്ണൻ എന്നുള്ളതാണ്. ഡോക്ടർ RLV രാമകൃഷ്ണനെ നൃത്തവിഭാഗത്തിൽ ആദ്യ പുരുഷ അധ്യാപകനാക്കി പുതുചരിത്രം രചിച്ച് കേരള കലാമണ്ഡലം. അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ ഭരതനാട്യം അധ്യാപകനായി അദ്ദേഹം വ്യാഴാഴ്ച ചുമതലയേറ്റു. രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെ നിയമിച്ചുള്ള സർക്കാർ ഉത്തരവ് ബുധനാഴ്ചയാണ് ഇറങ്ങിയത്. വള്ളത്തോളിൻ്റെ കാലത്ത് ചെന്നൈയിൽ നിന്നുള്ള AR ഭാസ്കറും രാജരത്നം മാസ്റ്ററും താൽക്കാലിക അധ്യാപകരായിരുന്നുവെങ്കിലും സ്ഥിര നിയമനം ഉണ്ടായിരുന്നില്ല. മോഹിനിയാട്ടത്തിൽ ശ്രദ്ധേയനായ രാമകൃഷ്ണന് ഭരതനാട്യത്തിൽ ബിരുദാനന്തര ബിരുദമുണ്ട്. കലാഭവൻ മണിയുടെ സഹോദരനാണ്. രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാറും വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണനും ചേർന്ന് സ്വീകരിച്ചു. നിയമനത്തിൽ ഏറെ സന്തോഷമുണ്ടെന്നും സർക്കാരിനും സാംസ്കാരിക വകുപ്പിനും കലാമണ്ഡലത്തിനും ഭരണസമിതിക്കും ഗുരുക്കന്മാർക്കും പ്രത്യേക നന്ദിയെന്നും രാമകൃഷ്ണൻ പറഞ്ഞു. ശ്രദ്ധേയമായ ഒരു നീക്കമാണ് അത്. കലാമണ്ഡലത്തെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ തരമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മാധ്യമം പത്രത്തിലുള്ളത് പുതിയ ആകാശം എന്ന തലക്കെട്ടിൽ ഗസയുടെ വാർത്തയുണ്ട്. ചരിത്രം കുറിച്ച ISRO എന്ന വാർത്തയുണ്ട്. വരുന്നു 8ാം ശമ്പള കമ്മീഷൻ എന്നുള്ളൊരു വാർത്തയും ഇന്ന് പത്രങ്ങൾ ആദ്യ പേജിൽ പങ്കുവച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും പരിഷ്കരിക്കാൻ 8ാം ശമ്പള കമ്മീഷൻ രൂപവത്കരിക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി.
അതേസമയം തന്നെ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ ഉറപ്പ് ശമ്പള പരിഷ്കരണം വൈകില്ല. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനം വൈകില്ലെന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രി. എപ്പോഴാണോ ഇക്കാര്യത്തിൽ തീരുമാനം വരേണ്ടത് അപ്പോൾ ഉണ്ടാകുമെന്ന് ഇന്നലെ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സുവർണ ജൂബിലി മന്ദിരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. അത് സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് ആശ്വാസ വാർത്തയാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതൊക്കെയാണ് ഇന്നത്തെ വാർത്താ പകലിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ.